കൃഷ്ണ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്യാമ്പയിൻ കാണാം. എല്ലാ കണ്ണുകളും റഫയിലേക്ക് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സിനിമാ താരങ്ങളാണെങ്കിലും മറ്റ് വിവിധ മേഖലകളിലെ പ്രമുഖരാണെങ്കിലും ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി സോഷ്യൽ മീഡിയയിൽ എല്ലാ കണ്ണുകളും റഫയിലേക്ക് എന്ന് തുടങ്ങിയ വാചകങ്ങൾ കുറിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ അല്ലെങ്കിൽ സമൂഹ മാധ്യമ കുറിപ്പുകൾ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം കുറേ കാലങ്ങളായിട്ട് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് ഈ സേവ് ഗാസ കഴിഞ്ഞു. അതിന് പിന്നാലെയാണ് എല്ലാ കണ്ണുകളും റഫയിലേക്ക് എന്നുള്ള തരത്തിലുള്ള ക്യാമ്പയിന് തുടക്കമാകുന്നത്. യഥാർത്ഥത്തിൽ പലർക്കും അറിയില്ല എന്താണ് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ആർക്കും ഒന്നും അറിയുന്നില്ല. എന്താണ് റഫ എന്ന സ്ഥലം എവിടെയാണെന്ന് പോലും അറിയാത്തവർ സമൂഹ മാധ്യമങ്ങളിലുണ്ട്. ശരിക്കും എന്താണ് റഫയിൽ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ ഭൂമിശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ പാലസ്തീൻ സിറ്റി ആയിട്ടുള്ള ഈജിപ്തിനോട് അതിർത്തി പങ്കിടുന്ന ഗാസയുടെ തെക്കേ മുനമ്പ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ റഫ എന്ന് പറയുന്നത്. ഇത് ഹമാസിന്റെ ഒരു അവസാനത്തെ കോട്ട, ഹമാസ് അവകാശവാദം ഉന്നയിക്കുന്ന ഒരു അവസാനത്തെ കോട്ട എന്ന് വേണം ഈ റഫയെ പറയാനായിട്ട്. ഇപ്പോൾ നടക്കുന്ന പ്രശ്നം മറ്റൊന്നുമല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ റഫയുടെ അഭയാർത്ഥി ക്യാമ്പിൽ സ്ത്രീകളും കുട്ടികളും എല്ലാം അടങ്ങുന്ന ഒരു അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. ഈ ഒരു വ്യോമാക്രമണത്തിൽ നിരവധി പേര് ബാധിക്കപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ പറഞ്ഞതുപോലെ സ്ത്രീകളും കുട്ടികളും തന്നെയാണ് ബാധിക്കപ്പെട്ടത്. ഈ ഒരു പ്രശ്നമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കാനുള്ള ഒരു ക്യാമ്പയിന് പ്രധാന കാരണം. ഈ എല്ലാ കണ്ണുകളും റഫയിലേക്ക് എന്ന ഉള്ളൊരു ക്യാമ്പയിൻ തന്നെ പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെ പങ്കുവയ്ക്കാനുള്ള ഒരു പ്രധാന കാരണം ഈ പറഞ്ഞ ഒരു വ്യോമാക്രമണം തന്നെയാണ്. എന്നാൽ ഇതിനോടൊപ്പം ചേർത്ത് പിടിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ പ്രധാനമായിട്ടുള്ള ഒരു വസ്തുത എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന്, ഈ പാലസ്തീൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് പ്രധാന കാരണം ഹമാസ് തന്നെയാണ് എന്നുള്ളത് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കൃഷ്ണ പറഞ്ഞതുപോലെ ശരിയാണ്, ഹമാസ് തന്നെയാണ് നിലവിലെ പ്രശ്നത്തിന് തുടക്കമിട്ടത് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷങ്ങൾ തുടരുന്നു. അപ്പോൾ ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ പലസ്തീനെ പിന്തുണച്ചുകൊണ്ടും മറ്റുമാണ് ആളുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്ത് വരുന്നത്. പക്ഷെ ഇതിൻ്റെ വസ്തുത എന്താണ് എന്നുള്ളത് അവർ ഇനി പറഞ്ഞുകൊണ്ടാണോ അറിയാത്തത് കൊണ്ടാണോ അതല്ലെങ്കിൽ അറിഞ്ഞില്ല എന്ന് നടിക്കുന്നതാണോ എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഇസ്രായേലിൽ ഒരു നോവ സംഗീത പരിപാടി നടക്കുകയുണ്ടായി. അതിനിടെ ഒരു ആയിരക്കണക്കോളം ഹമാസ് തീവ്രവാദികൾ ഇരച്ചെത്തുകയും ഇവർക്ക് നേരെ ആക്രമണം നടക്കുകയും ചെയ്തു. തോക്കുപയോഗിച്ച് വെടിവെച്ച് കൊലപ്പെടുത്തുന്നു, ഗ്രനേഡ് ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നു, കുട്ടികളെ ഉൾപ്പെടെ കഴുത്തറത്ത് കൊല്ലുന്നു, സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊല്ലുന്നു. ഈ ഒരു സംഭവത്തിന് പിന്നാലെയാണ് ഈ സംഘർഷം, ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ഇത്രത്തോളം രൂക്ഷമായത്. അന്ന് 200ഓളം പേരെയാണ് ഹമാസ് തീവ്രവാദികൾ ബന്ദികളാക്കിയത്. ഇത് സ്ത്രീകളും കുട്ടികളും ഒരുപാട് ക്രൂര കൃത്യങ്ങൾക്കാണ് ഇരയായത്. ഇവരെ ലൈംഗികമായി ഉപദ്രവിക്കുന്നു, അല്ലാത്ത രീതിയിൽ പീഡിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടായി. ഇതൊന്നും അറിയാതെയാണ് ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നത് എന്ന് നമുക്ക് ഒരു തരത്തിൽ പറയേണ്ടി വരും. ശ്രീജിത നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇസ്രായേൽ ഹമാസ് വിഷയം അല്ലെങ്കിൽ ഇസ്രായേൽ പാലസ്തീൻ വിഷയം ഇപ്പോൾ പുതിയൊരു സംഭവമല്ല. ഈ ഒരു സംഘർഷത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ഇത്രയൊക്കെ അതിർത്തി പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യമാണ് ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാലും ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇതൊരു മതമാണ് ഇതിൻ്റെ ഒരു മൂല കാരണമെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഇപ്പോൾ ജൂതന്മാർ പറയുന്നത്, അവർ വിശ്വസിക്കുന്നത് അവരുടെ പ്രദേശമാണ് ഈ സ്ഥലമെന്നാണ്. അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ അവരുടെ സ്ഥലമെന്നും മുസ്ലിംസ് അവരുടെ സ്ഥലമെന്നും വിശ്വസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ നമ്മളുടെ ബത്ലഹേമും അല്ലെങ്കിൽ ജെറുസലേമും ഒക്കെ ഉൾപ്പെടുന്ന ഈ ഒരു പ്രദേശം എന്നത്. അപ്പോൾ ഈ മതത്തിന്റെ പേരിലാണ് അവർക്ക് അവകാശപ്പെട്ട ഭൂമിയാണ് എന്ന് പറയുന്നത് ഈ ഒരു മതത്തിന്റെ ഒരു പേര് പറഞ്ഞിട്ടാണ്. ഇപ്പൊ ഈ കൃഷ്ണ പറഞ്ഞ പോലെ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മതമാണ് ഇവിടെ ഇപ്പൊ നിലവിലെ കേരളത്തിൽ ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും എല്ലാം ഒരു പക്ഷേ ആശ്രയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെല്ലാം കാരണമായി വരുന്നത് ഈ മതത്തിന്റെ പേരിലുള്ള ഒരു ആക്രമണമാണ് എന്നതുകൊണ്ടായിരിക്കാം. കാരണം ഇപ്പോൾ യുദ്ധം പരിശോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, യുദ്ധം എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഇസ്രായേൽ പലസ്തീൻ സംഘർഷമാണ് എങ്കിൽ പോലും അതല്ലാതെ ആഭ്യന്തര യുദ്ധങ്ങളായിക്കോട്ടെ, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളായിക്കോട്ടെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സുഡാനിലെ കാര്യം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, സുഡാനിൽ
യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലാണ്. മുസ്ലിം മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷം. യമനിലാണ് എന്നുണ്ടെങ്കിൽ സമാന രീതിയിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ വാർത്തയായി വരുന്നില്ല, അതെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. പക്ഷെ അതിന് പകരം ഈ ഇസ്രായേൽ ഹമാസ് സംഘർഷം മാത്രം വലിയ ചർച്ചയാവുന്നു. അപ്പൊ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, പാകിസ്ഥാനിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ വലിയ ആക്രമണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഖുറാൻ കത്തിച്ചു എന്നുള്ള ആരോപണത്തെ തുടർന്ന് അവിടെ ഭൂരിപക്ഷം വരുന്ന മതവിഭാഗം ക്രിസ്ത്യാനികളുടെ വീടുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു, വീടുകൾ കത്തിക്കുന്നു, ഇവരെ ആക്രമിക്കുന്നു, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഇതുവരെ ഒരു മലയാള മാധ്യമങ്ങളിലും വലിയ വാർത്തയായി വന്നിട്ടില്ല. അതേസമയം ഇസ്രായേലും പലസ്തീനിലും നടന്ന ചെറിയ കാര്യങ്ങൾ വളരെ പെരുപ്പിച്ച് കാട്ടി അതൊരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ചരിത്രം, അതായത് പണ്ട് സേവ് ഗാസയായിരുന്നു, ഇപ്പോൾ എല്ലാ കണ്ണുകളും റഫയിലേക്ക്. അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ് ഇതിൻ്റെ ഒരു അജണ്ട അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായും മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്നുള്ളൊരു ധാരണ ആളുകളിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്ന് നമുക്ക് ഒരുപക്ഷെ വിലയിരുത്തേണ്ടി വരും. അല്ലെങ്കിൽ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. അതായത് എല്ലായിടത്തും മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നു, എല്ലായിടത്തും മുസ്ലിങ്ങൾ ഇരയാവുന്നു എന്നുള്ള തരത്തിൽ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ ഉപയോഗിച്ച് ഒരു പറഞ്ഞു വെക്കൽ കൂടെയാണ് ഇത്തരം ആളുകൾ നടത്തുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരുപക്ഷെ പറയേണ്ടി വരും. എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും യുദ്ധം ഒരിക്കലും പരിഹാരമാവില്ല എന്നുള്ളത് തന്നെയാണ് അവസാനം ഒരു കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നമുക്കറിയാം ഏതൊരു രാജ്യം, ഇപ്പോൾ ഒരു മനുഷ്യന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളെ ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു രീതിയാണ്. അത് സ്വാഭാവികമായും നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നതാണ്. ഇപ്പോൾ രാജ്യങ്ങളാണെങ്കിലും രാജ്യങ്ങളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിലും അവിടെ ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് അവർ പ്രധാനമായും പരിഗണന കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആക്രമിച്ചാൽ തിരിച്ചടിക്കുക എന്നത് രാജ്യങ്ങളുടെയും നയങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ ഹമാസിന്റെ ആക്രമണത്തിന്, ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിന് ഒരു പ്രതിരോധമാണ് ഇസ്രായേൽ തീർത്തത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ എന്നിരുന്നാൽ പോലും യുദ്ധത്തിന് ഒരിക്കലും ഒരു യുദ്ധം പരിഹാരമാവില്ല എന്നും നമുക്ക് പറയേണ്ടി വരും. ഈ പറഞ്ഞത് ശരിയാണ്. യുദ്ധത്തിന് എപ്പോഴും മറുപടി യുദ്ധം തന്നെയാണ് എല്ലായ്പ്പോഴും എല്ലാ രാജ്യങ്ങളും നൽകിയിട്ടുള്ളത്. അത് പുരാണങ്ങളിൽ തൊട്ട് ഇങ്ങോട്ട് അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പൊതുവെ ഒരു സംസാരമുണ്ട്, ഹമാസ് ആയുധം താഴെ വെച്ച് കഴിഞ്ഞാൽ യുദ്ധം അവസാനിക്കും, പക്ഷെ ഇസ്രായേൽ ആയുധം താഴെ വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ തന്നെ അവസാനിക്കും എന്നുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഉള്ള ഒരു അഭിപ്രായം ഇത്ര തന്നെയുള്ളൂ. നമ്മൾ യുദ്ധം ഒരിക്കലും ഒരു സമാധാനത്തിലേക്ക് വഴിവെക്കില്ല. യുദ്ധത്തിലേക്ക് തന്നെ വഴിവെക്കുള്ളൂ. ഏതെങ്കിലും ഒരു സമൂഹമോ ഏതെങ്കിലും ഒരു രാജ്യമോ അവസാനിക്കുന്നത് വരെ ഈ യുദ്ധം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. എന്തായാലും സമാധാനത്തിലൂടെ സമാധാനം നേടുക എന്നതാണ് എൻ്റെ അഭിപ്രായം. യുദ്ധം ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല എന്നത് തന്നെയാണ് എനിക്ക് ഇതിൽ അഭിപ്രായം പറയാനുള്ളത്. കൃഷ്ണയുടെ അഭിപ്രായത്തോടെ ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് മാതൃക കാണിച്ചൊരു രാജ്യത്താണ് നാം ജീവിക്കുന്നത്. നമുക്കറിയാം വർഷങ്ങളോളം നമ്മുടെ ഭാരതം ബ്രിട്ടീഷ് അധിനിവേശ ശക്തികളുടെ കയ്യിലായിരുന്നു. അപ്പോൾ അതിൽ നിന്നും രാജ്യത്തെ പിടിച്ചെടുത്ത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇന്ത്യയെ ഒരു സ്വതന്ത്ര രാജ്യമാക്കിയത് ഈ യുദ്ധം ചെയ്തിട്ടൊന്നുമല്ല, തീർത്തും സമാധാനത്തിലൂടെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഗാന്ധിജിയുടെ അഹിംസ എന്ന മാർഗത്തിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് നാം നമ്മുടെ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. നമുക്കറിയാം യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് കുട്ടികളും സ്ത്രീകളുമാണ്. അപ്പോൾ സമാധാനത്തിലൂടെ അല്ലെങ്കിൽ സമാധാന ചർച്ചകളിലൂടെ, ഇപ്പോൾ ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷമാണെങ്കിലും മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളാണെങ്കിലും, അപ്പോൾ എല്ലാ രാജ്യങ്ങളും ഇന്ത്യയുടെ, ഇപ്പോൾ നമുക്കറിയാം UN പോലെയുള്ള സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താൻ UN പോലുള്ള സമിതികൾ നമുക്കുണ്ട്. അപ്പോൾ ഇവയുടെ എല്ലാം നേതൃത്വത്തിൽ ഏത് രാജ്യങ്ങളാണെങ്കിലും പ്രശ്നങ്ങൾ പരസ്പരം പറഞ്ഞു തീർത്ത് സമാധാനം പുലരട്ടെ. കാരണം സ്ത്രീകളും കുട്ടികളും, നേരത്തെ പറഞ്ഞ സ്ത്രീകളും കുട്ടികളും ഇതിൻ്റെ എല്ലാം ഇരകളാകുന്നവരാണ്. അപ്പോൾ അവർക്കൊരു സമാധാനപരമായ ഒരു ജീവിതം നൽകാനായിട്ട് യുദ്ധങ്ങളെല്ലാം അവസാനിക്കട്ടെ, നല്ലൊരു യുദ്ധമില്ലാത്തൊരു സമാധാനമുള്ളൊരു ലോകം പുലരട്ടെ എന്ന് നമുക്ക് ആശംസിക്കേണ്ടി വരും.